ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ. നമ്മൾ ഇന്ന് പറയാൻ വിചാരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മെഡിസിനൽ പ്ലാന്റ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ നിരന്തരമായിട്ട് കൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതോ ചെയ്യാത്തതോ ആയിട്ടുള്ള സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു ചെടിയാണ് നിത്യകല്യാണി, ശവന്നാറി എന്നൊക്കെ നമ്മൾ പറയും. ദ സയന്റിഫിക് നെയിം ഓഫ് ദിസ് പ്ലാന്റ് ഈസ് കദരാന്തസ് റോസിയസ്. ഇത് നമ്മുടെ ക്യാമ്പസിൽ, സർ സെയ്ദ് കോളേജിന്റെ ക്യാമ്പസിൽ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറി വരുന്നിടത്തൊക്കെ നിങ്ങൾ ഈ ചെടി കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു ചെടിയാണ്. നമ്മുടെ സിലബസിൽ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ചെടി കൂടിയാണ് ഇത്, കദരാന്തസ് റോസിയസ് എന്ന് പറയുന്ന ഈ ചെടി. ഇതിന്റെ ഔഷധ ഗുണം എന്ന് പറയുന്നത് പല രീതിയിലാണ്. മിക്കവാറും നമ്മുടെ ആയുർവൈദ്യശാലയിൽ, തളിപ്പറമ്പ് അടക്കമുള്ള ചെറിയ ചെറിയ വൈദ്യശാലയിലൊക്കെ ഈ ചെടി കൊണ്ട് വന്ന് വിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് സിലബസിൽ ഈ ചെടിയെക്കുറിച്ച് പഠിക്കാനും ഇതിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിങ്ങളോട് കൃഷി ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. See, it is propagated through seeds either by direct sowing or through transplanting. രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ചെയ്യാം. നാച്ചുറലി ഇതിന്റെ സീഡ്, ഇതിന്റെ വിത്ത് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഓരോ കാലം കഴിയുമ്പോൾ, സീസൺ കഴിയുമ്പോൾ നമ്മുടെ മണ്ണിൽ തന്നെ പിന്നെയും ഉണ്ടാവുന്ന ചെടിയാണ്. അതുകൊണ്ടാണ് അതിന് ആ രീതിയിൽ പറയുന്നത് സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ്. It is propagated through seeds either by direct sowing or through transplanting. Then seed rate about 2.5 kilogram hectare is required for direct sowing and 0.5 kilogram hectare for seedling transplantation. 45 to 60 days old seedlings are transplanted at a spacing of 45 into 20 centimeter during June to July or September to October. അപ്പോൾ ഇത്രയും സയന്റിഫിക് ആയിട്ട് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നമ്മൾ അതിനെ ഒരു കൃഷി എന്നൊക്കെ പറയാൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിലെ മണ്ണിൽ നിരന്തരം ഉണ്ടാവുന്നതാണ്, ഒരു സയന്റിഫിക് മെത്തേഡ് ഉപയോഗിക്കാതെ തന്നെ. ബട്ട് വൈൽ വി ആർ ഗോയിങ് ടു കൾട്ടിവേറ്റ് ദീസ് പ്ലാന്റ് ഇൻ എ സയന്റിഫിക് or agricultural, or we can say that the economic purpose, we have to do all these things by this criteria, by using this criteria. Then the land is ploughed for harvest of fruits are collected without damage. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് പാർട്ട് എന്ന് പറയുന്നത് ഫ്രൂട്ടാണ്. ലീഫും അതേപോലെ തന്നെ സ്റ്റെമ്മും ഒക്കെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാമെങ്കിൽ പോലും ഇതിന്റെ ഫ്രൂട്ടിന് വളരെ മെഡിസിനൽ വാല്യൂ ഉണ്ട്. Then the manuring, നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു വളം പോലും ഇടാതെ ഉണ്ടാവുന്നതാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ മാനുറിങ്, വളം ഇടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്ലൈ F5M അറ്റ് 20 ഹെക്ടർ ആൻഡ് NPK. നമുക്കറിയാം, നാച്ചുറൽ ആയിട്ടുള്ള ചാണകത്തിൽ നിന്ന് നമുക്ക് നൈട്രജൻ ഫെർട്ടിലൈസർ കിട്ടും. എന്നാൽ പോലും അത്രയും ചാണകമൊന്നും നമുക്ക് അവൈലബിൾ ആവാൻ സാധ്യത കുറവാണ്. ആ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ NPK ഫെർട്ടിലൈസർ ഉപയോഗിക്കാം. Then after cultivation, the crop requires 2 weedings. നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിങ്, പുല്ല് ഉണ്ടാവും, കളകൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ നോർമലി റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിന് വിളവെടുപ്പ് നടത്താൻ പറ്റും. The first at 90 days after sowing, transplanting and second 60 days after the first weeding. അപ്പം ആദ്യത്തെ വീഡിങ് ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കളകളെയൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതിനുശേഷം വീണ്ടും ഒരു കള പറിച്ചു കഴിഞ്ഞാൽ അത് പരമാവധി അത് വളർച്ചയിലേക്ക് എത്തും. Then harvest. The crop become ready for harvest of fruits after 1 year. ഒരു വർഷം കഴിഞ്ഞാലാണ് നമ്മൾ ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുക, കൊയ്തെടുക്കാൻ പറ്റുക, ഇതിന്റെ വിളവെടുക്കാൻ പറ്റുന്നത്. 2 leaf stripping can be taken. The first one after 6 months and the second after 9 months of sowing. Aerial parts are cut and the soil. സാധാരണ നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ഇതിന്റെ ഇലകൾ എടുക്കാം. ഒന്ന്, ആദ്യം നമ്മളൊരു 6 months കഴിഞ്ഞതിന്റെ ശേഷം വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഇലകൾ എടുത്തിട്ട് നമുക്കത് വിൽക്കാം. അതല്ലെങ്കിൽ അതിനുശേഷം വീണ്ടും നമുക്ക് 9 months കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. അത് 2 രീതിയിൽ നമുക്ക് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കദരാന്തസ് റോസിയസ് എന്ന് പറയുന്ന നിത്യകല്യാണി എന്ന് പറയുന്ന ചെടിയെ കുറിച്ചാണ്. നമ്മൾ സിലബസ് പറഞ്ഞിരിക്കുന്ന ചെടി എന്താണ്, അതെങ്ങനെയാണ് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. മറ്റു ഗുണഗണങ്ങളെല്ലാം നമ്മൾ അടുത്ത മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ റിമെമ്പർ ദി കദരാന്തസ് റോസിയസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫില്ലാന്തസ് അമാറസ്, കിഴാർ നെല്ലി എന്ന് പറയുന്ന, നമ്മളെ വീട്ടിൽ അല്ലേ, നമ്മൾ ഏത് പനി വന്നു കഴിഞ്ഞാലും നമ്മളോട് കഴിക്കാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധ ചെടിയാണ്. ഇതിന്റെ വെള്ളമിട്ട് കുടിക്കുകയും പല രീതിയിലും പല തരത്തിലുള്ള ട്രീറ്റ്മെന്റും കിഴാർ നെല്ലിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം.
പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുള്ള മുത്തശ്ശിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കിയാർ നെല്ലി ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലുള്ള ചികിത്സയും അവരും നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചെറിയൊരു ചെടിയാണ് നമ്മുടെ നെല്ലിക്കയുടെ ഒക്കെ ഫാമിലിയിൽ വരുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ ഇല വളരെ ഇതാണ്, ആകെ ഒരു 1.5 2 എന്താ പറയാ, മാക്സിമം പോവുകയാണെങ്കിൽ നമുക്കൊരു 3/4 മീറ്റർ 1/2 മീറ്റർ ഒക്കെ ഇതിന്റെ വലിപ്പം ഉണ്ടാവും. ചെറിയ ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ സോയിങ് എങ്ങനെയാണ് ഇത് നമ്മൾ നടുന്നത്? സാധാരണ ഇതിന്റെ തൈകളാണ് നമ്മൾ നടേണ്ടത്. അതിന് നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്? 1, പ്ലഫ് ദ ലാൻഡ് ട്വൈസ്. 3, and level the topsoil. About 1 kilogram of seeds is required for raising seedling to plant in 1 hectare. About 1 kilogram of seeds, ഒരൊറ്റ കിലോഗ്രാം സീഡ് ഇതിനാവശ്യമാണ്. നമ്മൾ എന്തിന് ഏകദേശം ഒരു ഹെക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2.5 ഏക്കറയാണ്. ഇത്രയും സ്ഥലത്ത് വേണം നമുക്ക് കൃഷി ചെയ്യാൻ ഒരു കിലോഗ്രാം സീഡ്. The seeds germinate in about a week and are maintained up to 20 days. Soaking the seeds in fresh water for 20 to 30 minutes before sowing would help in increased germination. നമ്മൾ സാധാരണ നടുന്നതിന് മുമ്പ് അതേപോലെ തന്നെ നമ്മൾ ചെറുപയറൊക്കെ വെള്ളത്തിലിടുമ്പോൾ തന്നെ സീഡ് എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. വളരെ പെട്ടെന്ന് ജെർമിനേഷൻ നടക്കും. ആൾസോ സീഡ് ട്രീറ്റ്മെന്റ് വിത്ത് GA3, ജിബർലിക് ആസിഡ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഹോർമോൺ ഉണ്ട്, ഒരു പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ. അത് സീഡ് ഇതോടുകൂടി നമ്മൾ സീഡിൽ മുക്കിയെടുക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അതിന്റെ ഒരു 6 മണിക്കൂറോളം നമ്മൾ അതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ജെർമിനേഷന്റെ ഇതിന്റെ വളർച്ച വളരെ സ്പീഡാവും എന്നതാണ്. സീഡ് വളരെ പെട്ടെന്ന് മുളയ്ക്കാനൊക്കെ സഹായിക്കും. സ്പേസിംഗ് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ. 3 to 4 weeks old plantlets can be transplanted a spacing of 10 into 15 centimeter, accommodating 8 lakhs seedlings per hectare. ഇങ്ങനെയാണ് ഒരു ഹെക്ടറിൽ ഏകദേശം 8 lakhsോളം സീഡ്ലിങ്സ് നമുക്ക് വേണമെങ്കിൽ നടാൻ പറ്റും. അത്രയും വ്യാപകമായ രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, കൃഷി ചെയ്യാൻ പറ്റും. ഹൈ ഫിലാന്തിനിൻ ഫ്രം ദ ഡേറ്റ് ഓഫ് പ്ലാന്റിംഗ് ഇൻ 80 to 100 days the plant grow the maximum. ഫിലാന്തിൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആൽക്കലോയിഡാണ് ഇതിലുള്ള. സോ അതിന്റെ മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത് കൃഷി ചെയ്യുന്നതും ഇതൊക്കെ പല രീതിയിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ആളുകൾ ഏറ്റെടുക്കുന്നത്. ദെൻ മാനൂറിങ്. നമ്മൾ മറ്റുള്ളത് പറയും പോലെ തന്നെ സാധാരണ രീതിയിൽ തന്നെ ഇതിന് ഒരു വളം ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. അതിന്റെ പുറമെ നമുക്ക് പല രീതിയിലുള്ള നാച്ചുറൽ വളങ്ങൾ, നമ്മൾ ഇല വളങ്ങൾ, അതേപോലെ ചാണകം, കൗട, ഇതെല്ലാം നമുക്കതിന് ഇട്ട് കൊടുക്കാൻ പറ്റും. പ്ലാന്റ് പ്രൊട്ടക്ഷൻ. ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള അറ്റാക്കുകൾ വരും. പല രീതിയിലുള്ള ഇൻസെക്ട് പെസ്റ്റ് അറ്റാക്ക് ഇതിന് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് വി മസ്റ്റ് ഹാവ് സം പ്രിക്കോഷൻസ്. നോർമലി ഇൻ ദിസ് ഹെർബ്സ് ദ പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെന്റ് എഫർട്ട് റിക്വയർഡ് നോട്ട് ഹൈ. മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഇല്ല എന്ന് പറയുന്നെങ്കിൽ പോലും ഇത് മെഡിസിനലി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് പല രീതിയിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പല ട്രീറ്റ്മെന്റും ചെയ്യാം. അതല്ല എങ്കിൽ നാച്ചുറൽ ഹെർബിസൈഡ്സ് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഹാർവെസ്റ്റ്. If cultivated in June to July, the plant is ready for cultivation in September to October. September harvesting is available. സാധാരണ സെപ്റ്റംബറിലാണ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. Then the next plant is കിരിയാത്ത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നന്നായിട്ടുണ്ടാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കിരിയാത്ത് എന്ന് പറയുന്ന ഔഷധ ചെടി. ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ എന്നാണ്. ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ നമ്മൾക്കുണ്ട്, നമ്മുടെ ക്യാമ്പസിലുണ്ട്, ഇഷ്ടംപോലെ നിങ്ങൾ വീട്ടിലുണ്ടാവും, പല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനൊക്കപ്പുറം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ഇഷ്ടംപോലെയുള്ള ഒരു ചെടി കൂടിയാണ് ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ. നോക്കൂ, നിങ്ങൾ വലിയ രീതിയിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ചെറിയ രീതിയിൽ നമ്മളെ വീട്ടിലുള്ളത് പോലെയൊന്നുമല്ല, വലിയ ഏക്കർ കണക്കിന് ആൻഡ്രോഗ്രാഫിസിന്റെ കൃഷി നമുക്ക് കാണാൻ പറ്റും പല പ്രദേശത്തും. Its propagation is through shattering seeds in nature. സാധാരണ ഈ സീഡ് ഇങ്ങനെ പറയും പോലെ തന്നെ നമ്മൾ സാധാ പറയുന്ന രീതിയിൽ തന്നെ ഭൂമിയിൽ വന്ന് വീണ് അവിടെ മുളയ്ക്കുന്ന ചെടിയാണിത്. Vegetative propagation is also possible in certain special cases through layering, as each node is capable of producing enough roots. ആ രീതിയിലും ചെയ്യാറുണ്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ലെവലും ചെയ്യാറുണ്ട്. പക്ഷെ നാച്ചുറലി ഇത് സീഡ് വന്ന് വീണിട്ടാണ് ഉണ്ടാവുന്നത്. സീഡ്സ് ആർ സ്മോൾ ആൻഡ്
remain dormant for 5 to 6 months. For raising crop in 1 hectare, 3 beds of 10 into 2 meter size should be tilled, pulverized and leveled during the month of May. Liberal use of organic manure in nursery is advised for raising healthy seedlings. Seeds should be covered by very thin layer of soil and compost mixture. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് വളരെ ജനറൽ ആയിട്ടുള്ള കൾട്ടിവേഷൻ ടിപ്സ് ആണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൾട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബെഡ് പ്രിപ്പയർ ചെയ്യാന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഏത് കൃഷി ചെയ്യുമ്പോൾ ഒരു ബെഡ് പ്രിപ്പറേഷൻ ഉണ്ടല്ലേ, ഒരു ചെറിയ മതിലാക്കുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. Bed should be covered properly by suitable mulch and irrigated regularly with water fountain till seedling merge. ഓക്കെ, നമ്മൾ സാധാരണ ഇലവളങ്ങൾ കൊണ്ടൊക്കെ ഒരു എന്ത് ചെയ്യാനുണ്ട്, സാധാരണ ഒരു കവറിങ് ഉണ്ടാക്കാറുണ്ട്, മൾച്ചിങ് എന്ന് പറയും നമ്മൾ. Immediately after germination, mulch is removed to avoid elongation of the seeds. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. എന്നിട്ട് ജെർമിനേറ്റ് ചെയ്ത സീഡ് നമുക്ക് ഓപ്പൺ സൺലൈറ്റിന് ഓപ്പൺ ആയിട്ട് വെക്കാം. After 10 to 15 days, regular flood irrigation can be given till it become ready for planting. അങ്ങനെ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് റെഗുലർ ആയിട്ട് ഇറിഗേഷൻ കൊടുക്കുകയും അതിന്റെ ബാക്കിയുള്ള നോർമലി കൾട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കത് ചെയ്യാൻ പറ്റും. Transplanting of seedling is done in second fortnight of June at raw and planting spacing up to 45 to 60 cm and 30 to 45 cm respectively. Bed should be irrigated. ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഈ ഒരു അളവിൽ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്കുള്ള സ്പേസിംഗ് എല്ലാം നടത്തി അതിനുശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്കിത് വളരെ നന്നായിട്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കറ്റാർ വാഴ. അല്ലെ, നമുക്കറിയാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചെടിയാണ്. നമ്മുടെ ഗാർഡനിൽ വന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയാതെ എടുത്തു കൊണ്ടുപോകുന്ന ചെടി കൂടിയാണ് ഈ കറ്റാർ വാഴ. എന്തുകൊണ്ടാണ് ഇത് എടുക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ, അല്ലെ തലയിൽ തേക്കുന്ന എണ്ണയിൽ പലപ്പോഴും ഇതിലാണ് കാച്ചിയെടുക്കുന്നത്. അലോവീറ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഒരു ചെടിക്ക് ഏകദേശം 90 രൂപ വരെ വിലയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കർണാടകയിൽ നിന്നും മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കറ്റാർ വാഴയുടെ തൈകൾ നിരന്തരം റോഡ് സൈഡിൽ തളിപ്പറമ്പ് തന്നെ കാണാൻ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഒരു ചെടിക്ക് 90 രൂപയാണ്. വേറെ ഒന്നും ചെയ്യേണ്ടെന്നുള്ളത്. ഒരു ദിവസം ഒരു 10 കറ്റാർ വാഴന്റെ തൈ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വളരെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ നിലവിലുണ്ട്. അത്രയും വാല്യൂ ഉള്ള ഒരു ചെടി കൂടിയാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇത് കൃഷി ചെയ്യുന്ന രീതി. അത്രയും സയന്റിഫിക് ആയിട്ട് ചെയ്യണം. സ്പേസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാക്സിമം സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഒരുപാട് ടില്ലറിങ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ സ്പേസിങ് പ്രോപ്പറായിട്ട് സ്പേസിങ് കൊടുത്തതുകൊണ്ടാണ്. ഓക്കെ, ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ചെടിയാണ് സെൻഡല്ല ഏഷ്യാറ്റിക്ക. അല്ലെ, നമ്മൾക്ക് കുടങ്ങൽ എന്ന് പറയുന്ന നമ്മള് ചെറിയ വളപ്പിലൊക്കെ കവുങ്ങിൻ തോട്ടത്തിലൊക്കെ നിരന്തരമായിട്ട് വളരെ വലിയ ഏരിയയിൽ വളരുന്ന, അല്ലേ, നമുക്കറിയാം പാടത്തും പറമ്പിലും ഒക്കെ ഉണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണ് കടങ്ങൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് കാണിച്ച് മാത്രമേ പോകുന്നുള്ളൂ. See, it is propagated through stem cutting comprising of rooted node with a few leaves. അങ്ങനെ ചെറിയ സ്റ്റെം കട്ടിംഗ് വഴിയാണ് നമ്മൾ ഇത് ചെയ്യുക. To plant 1 hectare area, about 1 lakh number of plants are required. If the weather is congenial, the cutting are either directly planted in the fields or alternatively established in nursery. After about 4 to 6 weeks after transplanting in the main field, the land is ploughed well and brought to fine tilth. Later it is divided into convenient sized buds. A light irrigation should be provided 1 to 2 days before planting to get good anchorage to roots. ഇതൊക്കെ നമുക്കറിയാലോ, ഇതൊന്നും ഇത്രത്തോളം സയന്റിഫിക് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ. പക്ഷേ in order to cultivate scientifically, we have to keep all these conditions. Otherwise, the proper harvesting or proper growth is not at all in a normal way. So that's why we are insisting this type of specification as far as the cultivation practices are concerned. So anyway, ഇപ്പൊ നമ്മൾ ഒരുപാട് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാന്റുകളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുന്നതാണ്, നമുക്കറിയാം. എന്നിരുന്നാൽ പോലും പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന രീതിയിൽ, കൾട്ടിവേഷൻ പ്രാക്ടീസ് എന്ന രീതിയിൽ ഈ അർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.